ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ടിപ്പറിന് എന്തൊക്കെ ചെലവുകളാണ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതായത് ഓരോ ദിവസം തൊട്ട് ഓരോ മാസം ഒരു വർഷം ആ രീതിയിൽ നമുക്ക് മെയിനായിട്ട് ഒരു ദിവസം നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ഡീസൽ നമുക്കറിയാം. നമ്മുടെ വണ്ടിക്ക് മൈലേജ് പറഞ്ഞാൽ 4-4.5. ഇപ്പോൾ നല്ല ലെവൽ റോഡാണ്, അങ്ങനത്തെ സൈറ്റൊക്കെ ആണെങ്കിൽ ഒരു 5ന്റെ അടുത്ത് വരെ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ 4.5 നമുക്ക് മൈലേജ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ട്രിപ്പിന് ആദ്യം നമുക്ക് ഡീസൽ ചിലവാണ് വരുന്നത്. പിന്നെ ഡ്രൈവറിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് 200 രൂപ. നമ്മളിപ്പോൾ 1000 രൂപ ഒരു ഓട്ടോ ഓടിയാൽ 200 രൂപ ഡ്രൈവർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ 10,000 രൂപ ഓട്ടോ ഓടിയാൽ ഡ്രൈവർക്ക് 2000 രൂപ കൂലി വരും. പിന്നെ നമുക്ക് ചിലവ് വരുന്നത് വെച്ചാൽ ഡെയിലി ഫൈന്, പോലീസ്, RTO തുടങ്ങിയ ആൾക്കാർ ചെക്കിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നൊരു ചിലവ് എന്ന് പറയുന്നത്. അതായത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മിനിമം 250, അതിന് മേലേക്ക് നമുക്ക് നോക്കിയാൽ മതി. RTO ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ 2000, അതിന് മേലേക്ക് ഓവർലോഡ് എന്ന് പറഞ്ഞ് നമുക്ക് പിടിക്കും. കാരണം നമ്മുടെ വണ്ടിക്ക് പാസിംഗ് എന്ന് പറഞ്ഞാൽ 4.5 ടണ്ണേ പാസിംഗ് ഉള്ളൂ. നമ്മൾ എങ്ങനെയായാലും 150 അടി എടുക്കുമ്പോൾ 6 ടണ്ണ് 7 ടണ്ണ് എങ്ങനെയായാലും വെയിറ്റ് വരും. അപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ ആക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും. ഒന്നെങ്കിൽ കാക്കിയിട്ടുണ്ടാവില്ല, മൂടിയിട്ടുണ്ടാവില്ല, ഓവർലോഡ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 250 നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ഫൈന്. അത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 250 എങ്കിലും നമുക്ക് കൊടുക്കാണ്ട് പോകാൻ പറ്റില്ല. അതേപോലെ ഒരു മാസം നമുക്ക് എത്ര പ്രാവശ്യം പിടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്നൊരു പൈസ. അതാണ് ഒരു ദിവസത്തെ മെയിനായിട്ട് ഇത് രണ്ടാണ് മെയിനായിട്ട് വരുന്നൊരു ചിലവ്. പിന്നെ നമുക്ക് വരുന്നത് ടാക്സ് 3 മാസം കൂടുമ്പോഴാണ് ടാക്സ് വരുന്നത്. അതായത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം നമ്മൾ ടാക്സ് അടയ്ക്കണം. അത് ടാക്സ് എന്ന് പറഞ്ഞാൽ 2420 രൂപയാണ് 150 അടിയുടെ നമ്മുടെ വണ്ടിക്ക് 3 മാസത്തേക്ക് ടാക്സ് വരുന്നത്. അതിൻ്റെ കൂടെ ക്ഷേമനിധി അടയ്ക്കണം. ക്ഷേമനിധി അടച്ചാലേ ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. ക്ഷേമനിധി പറഞ്ഞാൽ ഒരു മാസത്തേക്ക് 450 രൂപ വെച്ചാണ് ക്ഷേമനിധി വരുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന 3 മാസത്തേക്കായതുകൊണ്ട് 3 മാസത്തേക്ക് തന്നെയാണ് ക്ഷേമനിധിയും വരുന്നത്. അപ്പോൾ 450 വെച്ച് ഒരു മാസത്തേക്ക് 1440 രൂപ ക്ഷേമനിധിയുടെ പൈസ വരും. 2420 രൂപ ടാക്സായി, 1440 രൂപ ക്ഷേമനിധിയായി. ഇത് രണ്ടുമാണ് നമുക്ക് 3 മാസം കൂടുമ്പോൾ അടയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു വർഷത്തിൽ വരുന്നതാണ് വണ്ടീൻ്റെ ഇൻഷുറൻസ്. അത് 30,000 തൊട്ട് 35,000 രൂപ വരെ ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ട്. അത് എല്ലാ വർഷവും നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കണം. പിന്നെ നമുക്ക് ടയർ നമുക്ക് 10,500, 11 തൊട്ടാണ് നമ്മുടെ ടയറിൻ്റെ ഒക്കെ ഒരു വില വരുന്നത്. നമുക്കതിന് മൈലേജ് കിട്ടുക പറഞ്ഞാൽ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം ടിപ്പറിന് മൈലേജ് കിട്ടുന്നത്. കാരണം നമ്മുടെ റോട്ടിൽ കൂടെ മാത്രമല്ല ഓടുന്നത്, കോറിയിൽ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ട്. കറങ്ങി നമ്മുടെ ടയർ പകുതിയും അവിടെ തീരും. അപ്പോൾ ടയറൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന കാര്യമാണ്. ഇപ്പം 10-15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3-4 മാസം വരേക്ക് ഓടുകയാണെങ്കിൽ തീർന്നു. പിന്നെ അതേപോലെ തന്നെ അത് റീസോൾവ് ചെയ്യാനാണെങ്കിൽ 4300 രൂപ കൂളിംഗ് ചെയ്യുന്നതിനുണ്ട്, 4000 രൂപ സാധാ ചെയ്യുന്നതിനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 10-15 അടുത്ത് കിട്ടും. മെയിനായിട്ട് നമ്മുടെ കോറിയിൽ നമ്മൾ കയറി ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് മൈലേജ് എന്ന സാധനം കിട്ടൂല. ടയറിൻ്റെ കൂടെ വരുന്നതാണ് നമുക്ക് പഞ്ചർ നമുക്ക് എവിടുന്ന എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോറിയിൽ നിന്ന് കല്ല് കുത്തിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ ചെല്ലുമ്പോൾ ആണി കുത്തിയാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ കോൺക്രീറ്റിലൊക്കെ കയറിയിട്ടൊക്കെ ടയർ പഞ്ചറാവും. അതും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നൊരു ചിലവാണ്. ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ഒരു 650-700 ആ ഒരു റേഞ്ചിൽ വരും. ട്യൂബിന് മാത്രം നമുക്ക് ഏകദേശം ഒരു 800-900 അടുത്ത് ട്യൂബിന് വരെ വരുന്നുണ്ട്. പിന്നെ ഫ്ലാപ്പിനാണെങ്കിൽ 450 രൂപ ആ റേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചറൊക്കെ ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒട്ടിക്കും. ടയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കാരണം ട്യൂബും ഫ്ലാപ്പും ടയറും മൊത്തം പോകും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മേടിക്കുമ്പോൾ, പുതിയ ടയർ മേടിക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് അതിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ആഴ്ചയ്ക്ക് നമ്മൾ ഗ്രീസ് അടിക്കണം. ഗ്രീസ് അടിച്ചില്ലെങ്കിൽ വണ്ടിക്ക് തേയ്മാനം, മൊത്തം ഈ ഇരുമ്പ് ഭാഗങ്ങളായതുകൊണ്ട് തേയ്മാനം കൂടും. അപ്പോൾ കറക്റ്റ് ഗ്രീസ് അടിക്കുന്നതിനൊക്കെ 130 രൂപ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആഴ്ചയ്ക്ക് കറക്റ്റ് അടിക്കും. പിന്നെ അതുപോലെ മണ്ണുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ പരമാവധി ടയർ ഇതൊരു കട്ട പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ പരമാവധി ആഴ്ചയിൽ തന്നെ ഒരു 2 പ്രാവശ്യമൊക്കെ എടുക്കാൻ നമ്മൾ ശ്രമിക്കലുണ്ട്, അങ്ങനത്തെ പണിയാണെങ്കിൽ കേട്ടോ. പിന്നെ വരുന്നത് ഓയിൽ ചേഞ്ച് നമ്മൾ 10,000 കിലോമീറ്ററിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടിക്ക് സ്മൂത്ത് വർക്കിങ്ങിനും നമ്മൾ വെച്ചാൽ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നുണ്ട്. അപ്പം 10,000 കിലോമീറ്ററിൽ നമ്മൾ എപ്പോഴും ഓയിൽ ചേഞ്ച് ചെയ്യും. അപ്പം ഏകദേശം ഒരു 10,000 രൂപ കണക്കാണ് ഓയിൽ ചേഞ്ച് നമുക്ക് ചെയ്യുന്നതിന്. കാരണം ഓയിൽ മാറ്റണം, അതിൻ്റെ
ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 രൂപേൻ്റെ അടുത്ത് എന്തായാലും അത് നമ്മൾ കാണണം. ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗിയർ ബോക്സിന് ഓയിൽ മാറ്റണം. അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ ഓയിൽ മാറ്റണം. ഇതൊക്കെ എല്ലാം കൂടെ മാറ്റി വരുമ്പോൾ 10-20 രൂപ എന്തായാലും ഒരു ചിലവായി. ഇതൊക്കെ പിന്നെ വർഷത്തിൽ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യും. കാരണം 10,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ 5-6 മാസം കൊണ്ട് ആവാനുള്ളതേ ഉള്ളൂ. വണ്ടീൻ്റെ മെയിൻ്റനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത മെയിൻ്റനൻസ് വണ്ടിയിൽ വരും. അത് നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ടിപ്പർ ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ റോട്ടിൽ കൂടെ പോലെ കളിക്കാൻ പറ്റില്ല. കാരണം പല സൈറ്റും പല രീതിയിലുള്ളതാണ്. ചില സ്ഥലത്ത് നല്ലോണം പിടിപ്പിക്കേണ്ടി വരും, താങ്ങേണ്ടി വരും. ചില സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ അങ്ങനെ വരഞ്ഞു പോകുന്ന സ്ഥലമായിരിക്കും. അവിടേക്കാണ് കൂടുതൽ ടിപ്പറിന് മെയിൻ്റനൻസ് വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വരുന്നതാണ് ഒരു വർഷം നമ്മൾ വണ്ടിൻ്റെ ബ്രേക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ CFൻ്റെ സമയത്ത് നമുക്ക് മെയിനായിട്ട് ബോഡി വർക്ക് എന്തെങ്കിലുമൊക്കെ ബോഡി പണികളുണ്ടാവും. ഇപ്പോൾ എവിടെയെങ്കിലും തുരുമ്പെടുത്തോ ടിപ്പറായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ചിളങ്ങി എന്തായാലും ഉണ്ടാവും. അവർ മരത്തിലാക്കിയതോ കല്ല് കുത്തിയതോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ബോഡി പണി ഉണ്ടാവും. അപ്പം ഒരു ബോഡി വർക്ക് നമ്മൾ അത് കാണണം. അതൊരു 10 രൂപ എന്തായാലും നമ്മൾ കാണണം. കാരണം വെച്ചാൽ ചെറിയ വർക്കോ വലിയ വർക്കോ എന്തെങ്കിലും വരും. എപ്പോഴും ബമ്പറൊക്കെ എപ്പോഴും കൊളുത്തി ഇതായി പോവും. അതുപോലെ തന്നെ മഡ്ഗാർഡ് ചെറിയ ചെറിയൊരു ഭാഗങ്ങളൊക്കെ എപ്പോഴും ഇത് പറ്റുന്നതാണ്. പിന്നെ പെയിൻറ്റിങ് എന്തായാലും ഒരു 10-15 രൂപ എന്തായാലും കാണണം ഒരു വൃത്തിക്ക് പെയിൻറ്റ് അടിക്കണമെങ്കിൽ. കാരണം ഉള്ളും പുറവും അടിയും എല്ലാം നല്ല വൃത്തിക്ക് ചെയ്യുന്നതുകൊണ്ട് പുട്ടിയൊക്കെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് 15 രൂപ എന്തായാലും അതും കാണണം. പിന്നെ അതുപോലെ തന്നെ വണ്ടീൻ്റെ വയറിങ് കാര്യങ്ങൾ, ബ്രേക്ക് പല ലൈറ്റുകളൊക്കെ നമുക്ക് അവിടെയൊക്കെ തട്ടി പൊട്ടിയിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ചെറിയ വയറിങ്ങിൻ്റെ കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ GPS, സ്പീഡ് ഗവർണർ. GPS റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ 3000 ചില്ലാൻ രൂപ വേണം. അതുപോലെ തന്നെ സ്പീഡ് ഗവർണറിനും നമ്മൾ പുതിയത് വെക്കുന്നതിന് 3500-4000 രൂപ വിലയുണ്ട്. CFൻ്റെ സമയത്ത് സ്പീഡ് ഗവർണറിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി അത് വർക്ക് ചെയ്യുന്ന രീതിയിൽ. പിന്നെ വരുന്ന വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കണം. സ്റ്റിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും റിഫ്ലക്ഷൻ അടിക്കണം. അതായത് ഫ്രണ്ടിൽ വെള്ളയും സൈഡിൽ മഞ്ഞ, ബേക്കിൽ ചുമപ്പ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ പേരെഴുതും. പിന്നെ ബേക്കിൽ സ്റ്റോപ്പ്, സിഗ്നൽ, അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. അപ്പം അതൊക്കെ ബ്രേക്കിൻ്റെ കൂടെ വരുന്നതാണ് അതൊക്കെ. അപ്പോൾ ഇൻഷുറും കൂടെ ഉണ്ടെങ്കിൽ 1,00,000 രൂപ അടുത്തെത്തി. മിക്ക വണ്ടിക്കൊക്കെ ഒരേ സമയത്തായിരിക്കും ഇൻഷുർ. ചില വണ്ടികൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പെട്ടുപോവുക. പരമാവധി സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ സീസൺ സമയത്ത് നമ്മൾ വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ കുറേ പണിയും പോകും. ഇതൊന്നും കറക്റ്റ് പെട്ടെന്ന് വണ്ടി കിട്ടിയെന്ന് വരില്ല, തിരക്കായിരിക്കും എല്ലായിടത്തും. പിന്നെ നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഗിയർ ബോക്സ് പണി വരാം, ക്ലച്ച് പണി വരാം, ഹൗസിങ് പണി വരാം, എൻജിൻ പണി വരാം, പിന്നെ സ്റ്റാർട്ടിങ് മോട്ടർ, അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ വരും. മെയിനായിട്ട് പണി വരുന്നതിന് ഹൗസിങ്, ഗിയർ ബോക്സ്, ക്ലച്ച്. എന്നുവെച്ചാൽ നമ്മൾ ഓരോ സൈറ്റിൽ പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിടിപ്പിച്ച് കയറ്റാൻ നോക്കും. അതുപോലെ തന്നെ വലിയ കയറ്റങ്ങളിൽ പിടിപ്പിച്ച് കയറാൻ നോക്കും. ഇവിടെയൊക്കെ മെയിനായിട്ട് ക്ലച്ചൊക്കെ ഇറക്കണമെങ്കിൽ ക്ലച്ച് മാറ്റാൻ തന്നെ ഒരു 15 രൂപ എന്തായാലും നമ്മളത് കാണണം. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഇറക്കണമെങ്കിൽ ഒരു 35 രൂപ. ഇതെന്തെങ്കിലും പൊട്ടിയിട്ട് മാറ്റാനാണെങ്കിൽ തന്നെ ഒരു 35 രൂപേൻ്റെ അടുത്ത് ഗിയർ ബോക്സും കാണണം. ഹൗസിങ്ങും അതേപോലെ തന്നെ ഒരു 25 രൂപ. ഏറ്റവും കുറഞ്ഞ റേറ്റ് ആട്ടോ പറയുന്നത്. 25 രൂപ നമ്മളൊരു ഹൗസിങ്ങിനും കാണണം. ഇതൊക്കെ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്നതാണ്. പിന്നെ വണ്ടിക്ക് തേയ്മാനുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ പോയി കുടുങ്ങി കഴിയുമ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ചിലവുകൾ വരുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു വണ്ടി ഇപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മെയിനായിട്ട് ഇതൊക്കെയാണ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് റോട്ടിലിറങ്ങിയാൽ പോലീസ് പിടിക്കും. ടിപ്പർ കണ്ടു കഴിഞ്ഞാൽ അവർ ചാടി വീഴും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ കാക്കിയിട്ട് മൂടിയിട്ട് പോയാൽ തന്നെ കുറേയൊക്കെ പോലീസുകാർ നമ്മളെ ഒഴിവാക്കി വിടും. പക്ഷേ പോലീസുകാർ ചെക്കിങ്ങിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ടിപ്പർ പിടിക്കണം എന്നുള്ള ഒറ്റ ചിന്തയെ ഇപ്പോൾ വന്ന് മൊത്തത്തിലുള്ളൂ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പൈസ ഈ ഫൈനായിട്ട് തന്നെ നമുക്ക് പോകും. പിന്നെ വരുന്ന നമ്മൾ നേരത്തെ നോക്കിയത് തന്നെ ടാക്സ്, ക്ഷേമനിധി, ഇൻഷുർ, പൊല്യൂഷനൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇവർ ഒരു മിനിമം 250 തരും. എടുക്കാൻ ആപ്പടെ 150 രൂപ അടുത്ത് ചിലവേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ് ഈ പൊല്യൂഷനൊക്കെ. പിന്നെ ടയർ കാര്യങ്ങൾ നോക്കി, പഞ്ചറിൻ്റെ കാര്യം നോക്കി, ഗ്രീസ് കാര്യങ്ങൾ. പിന്നെ വണ്ടിക്ക് ലോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു 50 രൂപേൻ്റെ അടുത്ത് ലോണുണ്ട്. അതൊക്കെ ഈ വണ്ടി ഓടിയിട്ട് വേണം ഇതിൽ നിന്ന് കിട്ടാൻ. അപ്പോൾ തന്നെ ടിപ്പർ അടവിട്ട് എടുക്കുന്ന ആൾക്ക് എങ്ങനെയായാലും ഒരു
15-ന് മേലേക്ക് എങ്ങനെയായാലും ഒരു മാസം അടവുണ്ടാവും. അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ 10-30 രൂപയ്ക്ക് അടവുള്ള ആൾക്കാരാണെങ്കിൽ ആ അടവിൻ്റെ പൈസ കാണണം, പിന്നെ ടാക്സിനുള്ള പൈസകൾ കാണണം, പിന്നെ മെയിൻ്റനൻസ് അത് ഇതൊക്കെ ആയിട്ട് നല്ലൊരു പൈസ നമ്മൾ ടിപ്പറിൽ കാണണം. ഇപ്പം എല്ലാവരും വിചാരിക്കും ഇപ്പം നമ്മളിപ്പം ഓരോ വരുമാനത്തിന് വീഡിയോ കിട്ടുന്ന സമയത്ത് ഇത്ര പൈസയൊക്കെ ടിപ്പറിൽ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ ആ കിട്ടുന്നതെന്ന് വെച്ചാൽ മാസത്തിലൊരു 3-4 ദിവസം ഇങ്ങനത്തെ പണി കിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിയും മുട്ടിയും പോകും, മിക്ക ദിവസം പണി ഉണ്ടാവില്ല. അപ്പം കിട്ടുന്ന ദിവസം ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടത് എനിക്കൊരു ആ ഒരു ദിവസത്തെ പണി കിട്ടിയപ്പോൾ ഞാനത് ഇട്ടു. അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ പണിയില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അതേപോലെ 1 ലോഡ് 2 ലോഡ് എടുത്ത ദിവസങ്ങളുണ്ട്. അന്നൊക്കെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-400 അത്രയ്ക്കേ ഉള്ളൂ. ഇതൊക്കെ സീസൺ സമയത്ത് നമുക്കൊരു ഡെയിലി ഒരു 1000-1500 2000 വരെ നമുക്ക് പരമാവധി കിട്ടും സീസൺ സമയങ്ങളിൽ. മഴക്കാലമായി കഴിഞ്ഞാൽ അതെല്ലാം നേരെ തിരിഞ്ഞു, ഒരു പണി ഉണ്ടാവില്ല, ആഴ്ചകളോളം വെറുതെ ഇരിക്കും. പിന്നെ കിട്ടിയ ഒരു ട്രിപ്പ് കിട്ടി, അതാണെങ്കിലോ ഏതെങ്കിലും സൈറ്റിൽ പോയി നമ്മൾ കുടുങ്ങുകയും ചെയ്യും, നല്ല എണ്ണച്ചെലവുണ്ട്. അപ്പം മെയിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫീൽഡിൽ ഉണ്ട്. ചിലവ് എന്ന് പറഞ്ഞാൽ കണ്ടമാനം ചിലവുണ്ട്. ഈ ടിപ്പർ എടുത്ത ആരും വലിയ കോടീശ്വരനൊന്നും ആയിട്ടില്ല. കാരണം വെച്ചാൽ ചിലവാണ്, പ്രതീക്ഷിക്കാത്ത ചിലവുകളാണ് നമുക്ക് പല സൈറ്റിലും വരുന്നത്. പിന്നെ കോമ്പറ്റീഷനാണ്. പുതിയ പുതിയ വണ്ടികൾ എടുത്ത് വരുന്ന സമയത്ത് വാടക എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, വാടക എല്ലാം കുറയും. കാരണം അവർ വണ്ടിക്ക് അടവുള്ളതുകൊണ്ട് വണ്ടി അടവടയ്ക്കണം, പിന്നെ ഓട്ടം കിട്ടണം എന്നുള്ള രീതിയിൽ ഒരാൾ 1500-ന് പോകുന്നുണ്ടെങ്കിൽ ഇയാൾ 1400-ന് പോകും. അപ്പോൾ അടുത്ത വണ്ടി 1300-ന് പോകും. അതൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ ഫീൽഡിലുള്ളത്. പിന്നെ ടിപ്പറിന് മാത്രമുള്ള ഒരു സംഭവമാണ് സ്കൂൾ ടൈം എന്നുള്ളത്. അതായത് രാവിലെ 9 തൊട്ട് 10 മണി വരെയും വൈകിട്ട് 4 മണി തൊട്ട് 5 മണി വരെയും നമുക്ക് ടിപ്പറിന് സ്കൂൾ ടൈം ഉണ്ട്. പക്ഷെ വയനാട് ജില്ലയിൽ നമുക്ക് രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 3:30 മുതൽ 5 മണി വരെയും നമുക്ക് സ്കൂൾ ടൈം ഉണ്ട്. അതായത് ഒരു ദിവസം 3 മണിക്കൂർ നമ്മൾ റോട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എന്നാൽ സർക്കാർ ഗവൺമെൻറ് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ടാക്സിൽ ഒരു അളവ് വരുത്തുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര ദിവസം നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട്? അതും നമ്മുടെ ടിപ്പറുകാർക്കുള്ളൊരു ഇതാണ്. പക്ഷെ അതിനേക്കാളും വലിയ വലിയ എത്രയോ വണ്ടികൾ ഓവർലോഡും അതും ഇതൊക്കെ വെച്ച് പോകുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടിപ്പറുകാർക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ് സ്കൂൾ ടൈം. അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലവുകൾ വരുന്നത്. ഇത്രയും ചിലവൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 4.5 വർഷമായിട്ടുള്ളൂ. എന്നെക്കാളും മുമ്പ് വണ്ടി എടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമ്മുടെ കാശന്മാരുണ്ട്. അപ്പം എനിക്കിപ്പോൾ നിലവിൽ വന്ന ചിലവുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കുന്നത്. അതായത് ഞാനൊക്കെ വണ്ടി എടുത്തിട്ട് 1 വർഷം ഞാൻ ഡ്രൈവർ വെച്ചാണ് ഓടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനും സ്വന്തമായിട്ട് വണ്ടി എടുക്കാമെന്നാണ് തുടങ്ങിയത്. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഒരുപാട് ചിലവുകളുണ്ട്, കിട്ടാനൊന്നുമില്ല. കാരണം വാടക വളരെ കുറവാണ്, ഒരു ദിവസം ഇത്ര സമയം ഓടാമുള്ളൂ, പണി ടൈറ്റ് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. ഞാനൊക്കെ വണ്ടി എടുത്ത സമയത്ത് ഒരു കോണ്ടാക്ട്സും ഇല്ലാണ്ട് വണ്ടി എടുത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞാനൊക്കെ വണ്ടി എടുത്തിട്ട് 3 മാസം വെറുതെ വീട്ടിലിട്ടേക്കായിരുന്നു. ആരെങ്കിലും ഒരു ലോഡ് വിളിച്ചാലായി. പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ വണ്ടിക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം തരിക. ഇവിടുത്തെ സിറ്റുവേഷനാണ് പറയുന്നത്. കൂടെയുള്ള ടിപ്പറുകാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം തരിക. കാരണം ഒരാൾക്കൊരു 2-3 ട്രിപ്പ് ഒരേ സമയത്ത് വരുമ്പോൾ അത് അടുത്ത വണ്ടിക്ക് തരും. അങ്ങനെ ടിപ്പറുകാർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാവർക്കും നമ്മൾ ഓട്ടം കിട്ടുന്നത്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കോൺട്രാക്ടർമാർ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടം കിട്ടുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ പുറമേ ഓടുന്നൊരു വാടക കോൺട്രാക്ടർമാർക്ക് ഉണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ എല്ലാ കോൺട്രാക്ടർമാർക്കും സ്വന്തം വണ്ടികളായി കാര്യങ്ങളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈറ്റുള്ളൊരു ഫീൽഡ് തന്നെയാണിത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് ടിപ്പർ എന്ന് പറഞ്ഞ സ്റ്റാൻഡില്ലേ, യാർഡുകളിലൊക്കെയാണ് നമ്മൾ വണ്ടി ഇടുന്നത്. യാർഡുകളിൽ വരുന്ന ഓട്ടം എടുക്കും. അങ്ങനെ യാർഡുകളിൽ കൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ വണ്ടിക്ക് ഓട്ടം ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ യാർഡുകാരും വണ്ടികൾ എടുത്തിട്ട് യാർഡുകാരൊക്കെ 2-3 വണ്ടികളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറമേ ഉള്ള വണ്ടിക്കാർക്ക് പോലും ഇപ്പോൾ ഓരോ ഓട്ടവും ഇല്ല. എന്നാൽ നല്ല യാർഡുകാരും ഉണ്ട് കേട്ടോ. വരുന്ന ഓട്ടം എല്ലാവർക്കും സ്പ്ലിറ്റായി കൊടുത്തിട്ട് എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകുന്ന യാർഡുകാരും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ചിലവ് കാര്യങ്ങൾ.